ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നലെ രാത്രി 11:30 ഉറങ്ങാതെ ഒരു 12:30 വരെ 12:30 വരെ സാംസങ്ങിൻ്റെ അൺപാക്ക്ഡ് ഇവൻറ്റ് കണ്ടു. നമ്മൾ എന്തിനാണ് അൺപാക്ക്ഡ് ഇവൻറ്റ് കാണുന്നത്? സാംസങ്ങിൻ്റെ S25 സീരീസിൻ്റെ ഒരു ലോഞ്ച് ഇവൻ്റാണ്. ബട്ട് ഇതിൽ ഈ ഒരു മണിക്കൂറിൽ ആകെപ്പാട് ഒരു മണിക്കൂർ മാത്രമേ S25 സീരീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ S25 അൾട്രേനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയുള്ളവന്മാരൊക്കെ ഒഴിവാക്കി. ബാക്കിയുള്ള 3/4 മണിക്കൂർ ഇവന്മാർ ഒരേ എയിനെ കുറിച്ച് തന്നെ ഒരേ വർത്താനം. അവിടെ കഴിഞ്ഞ വർഷം എയെ പറ്റി തന്നെയാണ് ഉണ്ടായത്. വലിയ മാറ്റങ്ങളൊന്നും കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് വേറൊന്നും പറയാത്തത്. കഴിഞ്ഞ വർഷം ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് എയിനെ കുറിച്ച് ഉണ്ടായത്. അപ്പം പറയാം, ഇത് എല്ലാ വർഷവും ഇതുപോലെ തന്നെ എയിനെ പറ്റി തന്നെ പറ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബോറാണ്. അല്ലെങ്കിൽ വേറൊരു ഇവൻറ്റ് വെച്ചിട്ട് അതിൽ One UI 7 ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ നൈസായിരിക്കും. ഇത് നമ്മൾ ചുമ്മാ രാത്രി ഒന്നാമത്തെ ടൈം നട്ടപ്പാതിരക്കി ലോഞ്ച് ഇവൻറ്റ് കണ്ടിട്ട് ആപ്പിളിൻ്റെ പിന്നെയും രസമാണ് കാണാൻ. ഈ പറയുന്ന ഇമാതിരി വെറുപ്പിക്കുന്ന ആപ്പിൾ ചെയ്യാറില്ല. ഫോണിനെ കുറിച്ച് മാത്രമേ പറയുള്ളൂ. അവർക്ക് ബാക്കിയുള്ള വേറെ ഇവൻ്റൊക്കെ വേറെയുണ്ട്. ഇതിൽ ആദ്യം തന്നെ S25 അൾട്ര വരെ ഫോട്ടോ ഒക്കെ കാണിച്ചു. ഇതാണ് S25 അൾട്ര. അതായത് നമ്മൾ ലീക്സും റൂമേഴ്സിലൊക്കെ കണ്ട എക്സാക്റ്റ് സെയിം ഡിസൈൻ, നോ ഡിഫറൻസ്. അത് എപ്പോഴും ഈ പറയുന്ന സാംസങ്ങും ആപ്പിളിൻ്റെ ഒക്കെ തന്നെ ലീക്സൊക്കെ വരുന്ന സെയിം സാധനം തന്നെയാണ് വരാറുള്ളത്. അപ്പം ഇത്തവണയും അതിനൊരു വ്യത്യാസമില്ല. ലീക്സിലൊക്കെ വന്ന സെയിം സാധനം തന്നെ. അതായത് നമ്മൾ C Fold 6 കണ്ട ആ ഒരു ക്യാമറ റിങ്ങും ആ ഒരു എന്താ പറയുക കർവ് ആയിട്ടുള്ള ആ ഒരു എഡ്ജും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അതിനെക്കുറിച്ച് ഞാൻ പറയാം. പക്ഷെ അതിന് മുമ്പായിട്ട് എയിനെ കുറിച്ചൊക്കെ പറയണമല്ലോ. കാരണം അവന്മാർ അതാണല്ലോ ഒരേ ബളബള പറഞ്ഞുകൊണ്ടത്. ആദ്യമായിട്ട് പുതിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് അത് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ബ്രീഫിംഗ് ഉണ്ടാവും. അതായത് ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അഭിനവ് 7 മണിയാകുമ്പോൾ എഴുന്നേൽക്കണം, അഭിനവ് 8 മണിയാകുമ്പോൾ ചായ കുടിക്കണം, 9 മണിയാകുമ്പോൾ പല്ല് തേക്കണം, 10 മണിയാകുമ്പോൾ കുറച്ച് റീൽസ് കാണണം, പിന്നെ യൂട്യൂബ് നോക്കണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറയുന്ന ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ആണ് ഉള്ളത്. അതായത് നമ്മൾ ലോക്ക് സ്ക്രീനിൽ താഴത്തായിട്ട് ഈ സംഭവം കാണിക്കും. അതിൽ നമ്മളിപ്പം ഏതെങ്കിലും ലൈവായിട്ടുള്ള മാച്ചൊക്കെ നമുക്ക് കാണണമെന്നുണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ എത്ര ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ഇത്ര ഗോൾ അടിച്ചു അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഇത്ര പൊട്ടി എന്നൊക്കെ പറഞ്ഞ ആ ഒരു കൗണ്ടൊക്കെ കാണിക്കുന്ന സെറ്റപ്പ് അത് ഓൾറെഡി ഇല്ലതല്ലേ. നോട്ടിഫിക്കേഷൻ ബാറിലൊക്കെ നമുക്ക് കാണാറുള്ളതാണ്. ഗൂഗിളിൻ്റെ സൈഡിൽ സ്ലൈഡ് ചെയ്യുന്ന സമയത്തൊക്കെ അത് കാണാറുണ്ട്. അങ്ങനെ മാച്ചൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അതാണ് ഈ പറയുന്ന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇമ്മാതിരി പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ളത്. പിന്നീട് ഒരു വോയിസ് അസിസ്റ്റൻറ്റ് വരുന്നുണ്ട്. അതായത് വെറുതെ ഇപ്പം പോയി ചോദിക്കാം, അതായത് ഞാനിപ്പോൾ ലാസ്റ്റായി എടുത്ത ഫോട്ടോ ഒന്ന് കാണിച്ചു തരാമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിച്ചു തരും എന്ന് വെച്ച് ഇങ്ങനെ മലയാളത്തിൽ പറഞ്ഞ് നമ്മളൊക്കെ മലയാളത്തിലാണല്ലോ പറയാറ്, അല്ലാതെ ഹിന്ദിയിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ഒന്നും നമുക്കങ്ങനെ പറയാനാവില്ല. അപ്പം അങ്ങനെ ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഈ പറഞ്ഞ വർക്കാവും, അല്ലെങ്കിൽ ഒന്നും വർക്കാവില്ല. ഇപ്പം മലയാളമൊന്നും അതിലില്ല. മലയാളം ഫ്യൂച്ചറിലൊക്കെ വരും, ഇപ്പോൾ ഇല്ല. അല്ലെങ്കിൽ അഭിനവിൻ്റെ കോണ്ടാക്റ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വരുമായിരിക്കും, എനിക്കറിയില്ല. അത് വന്നു കഴിഞ്ഞാൽ മാത്രം നോക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഞാനൊരു ഇതിൽ പറഞ്ഞാണ് അങ്ങനെയൊക്കെ വരാനുള്ളൊരു സംഭവമാണ് ഇവർ കൊടുത്തിട്ടുള്ളത്. ഫോട്ടോ ഒക്കെ എന്തായാലും വരും. അപ്പോൾ അങ്ങനെ ഒരു പിന്നെ വരുന്നുണ്ട്. പിന്നീട് സർക്കിൾ ടു സെർച്ച് ഇല്ലേ, അതിൽ ഇതിന് തൊട്ട് നമുക്കിപ്പം നോർമൽ ചെയ്യുന്ന പോലെ അടിയിലായിട്ട് ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാവും. അതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഏതെങ്കിലും സോങ് ഒക്കെ കാണുന്നുണ്ടെങ്കിൽ അതിൽ ഏത് പാട്ടാണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അത് എത്രത്തോളം ആക്യുറേറ്റഡ് ആയിട്ട് മലയാളം സോങ്ങിലേക്ക് വരുമെന്നറിയില്ല. ഹിന്ദിയോ ഇംഗ്ലീഷോ ഒക്കെ ആണെങ്കിൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കുമായിരിക്കും. മലയാളം കറക്റ്റായിട്ട് കിട്ടുമോ എന്നുള്ളത് സാധനം വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, പിന്നെ സെലക്ട് എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. അതായത് നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിപ്പം ഈ സർക്കിൾ ടു സെർച്ച് വരുന്ന പോലെ ഒരു വിൻഡോ വരും. അതിലാണെങ്കിൽ നമുക്കിപ്പം ഒരു ടെക്സ്റ്റ് ആണെങ്കിൽ അത് നമുക്ക് കോപ്പി ചെയ്യാൻ വേണ്ടി പറ്റും. അവിടെ നിന്ന് തന്നെ നമുക്കത് അതിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്കോ ഗ്രാമറോ കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റും. അതിപ്പോൾ നിങ്ങൾക്കൊരു ടേബിൾ ആക്കണമെങ്കിൽ ടേബിളാക്കി തരും. അങ്ങനെ സ്റ്റൈല് മാറ്റണമെങ്കിൽ സ്റ്റൈല് മാറ്റി തരും. ഇതൊക്കെയാണ് അവന്മാരെ സാംസങ്ങിൻ്റെ നോട്ടിലുണ്ടായ സംഭവം തന്നെ ഒന്ന് മാറ്റി ഒരു സിമ്പിൾ സെറ്റപ്പിലേക്ക് കൊണ്ടുവന്നു എന്നേ ഇല്ല. അല്ലാതെ വേറെ സംഭവം ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. നോർമലി ഇല്ല പോലെ ഒന്നും കൂടെ അതാണ് എന്ന് പറയുന്നത്. അതായത് വലിയ സംഭവമൊന്നുമില്ല, ഇങ്ങനെ കുറച്ചും കൂടെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നീട് കഴിഞ്ഞ ആപ്പിൾ ഇവൻറ്റിൽ ഉണ്ടായ പോലെ തന്നെ, അതായത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോയ്സ് കളയുന്ന സംഭവം
അത് ഇത്തവണ സാംസങ്ങും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം ഐഫോൺ എന്തിറക്കിയാലും അത് ചെയ്തിട്ടില്ലെങ്കിൽ ഇവന്മാർക്ക് ഇവിടെ പിടിച്ചിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് അത് തന്നെ ഇവർക്ക് ചെയ്യണം. അപ്പം ആ ഒരു സംഭവം കൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് വീഡിയോ എടുക്കുന്ന വീഡിയോയുടെ നോയ്സ് നാച്ചുറലായില്ല. ഇപ്പം ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ അധികം അപ്പുറത്തെ വീട്ടിലെ പട്ടി കുരക്കും, അല്ലെങ്കിൽ ആംബുലൻസ് പോകുന്ന സൗണ്ട് ഉണ്ടാവും, അങ്ങനെ പല സൗണ്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റാൻ വേണ്ടി പറ്റുമെന്നാണ് പറയുന്നത്. അതൊക്കെ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ എത്രത്തോളം പ്രോപ്പറായിട്ട് വർക്ക് ആവുന്നുള്ളത് പറയാൻ വേണ്ടി പറ്റൂ. അല്ലാതെ വെറുതെ ഇവർ പറയുന്ന പോലെ നമുക്ക് വിശ്വസിച്ചിരിക്കാനേ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചില ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പിന്നീട് ക്വാളിറ്റി ഇല്ലാത്ത വീഡിയോസ് നമുക്ക് 4K ആക്കിയിട്ട് കൺവേർട്ട് ചെയ്തിട്ട് കാണാൻ വേണ്ടി പറ്റും. അതും അത്യാവശ്യം യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചറായിട്ട് തോന്നി. പിന്നീട് ഇതിൽ വരുന്നത് ഗൂഗിളിൻ്റെ ജെമിനി ഗണേഷ്. ഈ ജെമിനി എന്ന് പറയുമ്പോൾ ജെമിനി ഗണേഷ്, ശരിക്കും പറഞ്ഞാൽ ജെമിനി ഗണേഷ് എന്ത് സംഭവം എനിക്കറിയില്ല. നല്ലോണം കേട്ട് പരിചയമുണ്ട്, ഇപ്പം ആലോചിക്കുമ്പോൾ എന്താണെന്ന് കിട്ടുന്നില്ല. പക്ഷേ എപ്പോഴെങ്കിൽ ജെമിനി എന്ന് പറഞ്ഞ പേര് വരുമ്പോൾ ഈ ജെമിനി ഗണേശ വായിൽ വരുന്നത് എന്താണെന്നുള്ളതായി കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ പുതിയ വേർഷനായിട്ടുള്ള 2.0 ആണ് ഇതിൽ വരുന്നത്. ഇതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലിലാണ് ഈ ഒട്ടുമിക്ക ഫീച്ചേഴ്സും വരുന്നത്. അതിന് നമുക്ക് 6 മാസത്തേക്ക് സാംസങ്ങിൽ ഫ്രീ ആണ്. ബട്ട് അതിന് ശേഷം മന്ത്ലി എനിക്ക് തോന്നുന്നു 2000 രൂപയുടെ അടുത്തോളം അതിന് മന്ത്ലി പ്രൈസ് വരുന്നുണ്ടായി. നമ്മൾ ഐഫോണിൽ ഈ പറയുന്ന യൂസ് ചെയ്യണമെങ്കിൽ ക്യാഷ് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കളിയാക്കിയതല്ലേ. ഇപ്പോൾ സാംസങ്ങിലും വന്നു. അതായത് ഐഫോൺ എന്ത് കൊണ്ടുവന്നാലും അത് സാംസങ്ങിന് ചെയ്യണം. അത് ചാർജറൊക്കെ ഒഴിവാക്കിയത് അമ്മാതിരി സംഭവം തന്നെയല്ല. അപ്പം അങ്ങനത്തെ തൊട്ടിപ്പരിപാടി എന്ത് ചെയ്താലും അതും സാംസങ് ഫോളോ ചെയ്യും. കാരണം എന്നാൽ മാത്രമേ അവന്മാർക്ക് ഇവിടെ പിടിച്ചിരിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അല്ലെങ്കിൽ പഴയ നോക്കിയനെ പോലെയൊക്കെയാവും. ബാക്കിയുള്ളവർ എന്ത് ചെയ്യുന്നോ അത് സാംസങ്ങും ചെയ്യും. ചില കാര്യങ്ങൾ അവർ പുതുതായിട്ട് കൊണ്ടുവരുന്നു എന്നേ ഉള്ളൂ. ഈ പരിപാടിയൊക്കെ അവരൊക്കെയാണല്ലോ ഫസ്റ്റ് കൊണ്ടുവന്നത്. അപ്പം അങ്ങനെ ചില കാര്യങ്ങൾ സാംസങ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കോപ്പി അടിക്കാറും ഉണ്ട്. പിന്നെ ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ ക്യാമറ മൊഡ്യൂളിൻ്റെ ആ ഒരു റിങ്ങും കാര്യങ്ങളൊക്കെ തന്നെ 3 ഫോണും സെയിം ആയിട്ട് വരുന്നുണ്ട്. 3 ഫോൺസ് ആട്ടോ ഇതിൽ വരുന്നത്. നൈസായിട്ട് സ്ലിമ്മിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. സ്ലിം എന്ന ഫോൺ ഇല്ല എന്നാണ് തോന്നുന്നത്. ചിലപ്പം വരുമായിരിക്കും. ഇതിനെപ്പറ്റി സ്ലിമ്മിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു S25 എഡ്ജ് എന്ന് പറഞ്ഞാൽ പഴയ എഡ്ജ് മോഡൽ ഉണ്ടല്ലോ, അതിനെക്കുറിച്ച് ചെറുതായിട്ട് വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഇതിലില്ല, പിന്നീട് വരുമായിരിക്കും. S25 അൾട്ര ഡിസൈൻ കാര്യമായിട്ട് ആ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന സമയത്ത് ഒരു ഗാംഭീര്യം പണ്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് കാണുന്ന സമയത്ത് ആ ഒരു ഗാംഭീര്യം കാര്യങ്ങളൊക്കെ ഇപ്പോൾ പോയതുപോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഒരു പുതിയൊരു ഫോൺ എന്ന രീതിയിലാണ് കാണുന്ന സമയത്ത് ഫീൽ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഒരു കർവായിട്ട് ഡിസൈനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ ആ ഒരു പഴയ ആ ഒരു S25 അല്ല S24 അൾട്രയുടെ ആ ഒരു ഗാംഭീര്യം ഒന്ന് മാറി, കുറച്ചും കൂടെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് സാധനം. ഇത്ര സമയം ഒരു മാസ് പരിവേഷമായിരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഒതുങ്ങി ഒരു പാവപ്പെട്ട ഒരു സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. ബസ്സിലും കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. 6.9 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ്, വലിയ ഡിസ്പ്ലേ. കാരണം ഐഫോൺ 16 Pro Maxൽ 6.9 ഇഞ്ചാണല്ലോ. അപ്പം ഇവന്മാർക്കും അത് കൊടുക്കണം. ബാക്കി S25 പ്ലസിലാണെങ്കിൽ 6.7 ഇഞ്ചും S25ലാണെങ്കിൽ 6.2 ഇഞ്ചാണ്. അതിലൊന്നും വ്യത്യാസവും കാര്യങ്ങളൊന്നും വരുന്നില്ല. ബസ്സിലൊക്കെ നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. അതും ഐഫോൺ 16 പ്രോയിലും ഭയങ്കര ബസ്സിൽ കുറഞ്ഞ മോഡലായിരുന്നു. അതുപോലെ തന്നെ ഇവന്മാർ ഇതിലും കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്ത് കൊണ്ടുവന്നാലും അത് കോപ്പി അടിക്കുക എന്നുള്ളതാണല്ലോ സാംസങ്ങിൻ്റെ ഒരു രീതി. അത് ഇത്തവണ ഇതിലും വന്നിട്ടുണ്ട്. പിന്നീട് ഡിസൈനിൻ്റെ കാര്യത്തിൽ വേറെ ചേഞ്ചസ് ഒന്നും കാര്യമായിട്ടില്ല. പിന്നീട് ഫ്രെയിം പ്യുവർ ടൈറ്റാനിയം ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം അത് തന്നെയാണ് ഉണ്ടായത്. അതുപോലെ കളർ വേരിയൻ്റൊക്കെ തന്നെ ഒരുപാട് കളേഴ്സൊക്കെ തന്നെ ഇപ്പം അവൈലബിൾ ആണ്. ഇവിടെ ഫോട്ടോ കൊടുക്കുന്നുണ്ട്. ഇത്രയും കളേഴ്സിലാണ് ഈ ഫോൺ കിട്ടുന്നത്. പിന്നീട് S25ഉം S25 പ്ലസിലാണെങ്കിലും ആർമർ അലുമിനിയം 2 ലേറ്റസ്റ്റ് ആയിട്ടുള്ള അലുമിനിയം ഫ്രെയിമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നീട് ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2 പ്രൊട്ടക്ഷനാണ് S25ഉം S25 പ്ലസിനും വരുന്നത്. ബട്ട് അൾട്രയിൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആർമർ 2 പ്രൊട്ടക്ഷനാണ് വരുന്നത്. സോ ബാക്കി 2 അവന്മാർക്കും അത് കൊടുക്കായിരുന്നു കേട്ടോ. അൾട്രക്ക് മാത്രമേ ആ ഒരു ലേറ്റസ്റ്റ് പ്രൊട്ടക്ഷൻ വരുന്നുള്ളൂ. കുഴപ്പമൊന്നും പറയാനില്ല. എന്തൊക്കെ സംഭവം അങ്ങനെ വലിയ സംഭവമായിട്ടൊന്നും പറയാനൊന്നുമില്ലടി. പിന്നീട് 3 ഫോണിലും സ്നാപ്ഡ്രാഗൻ്റെ പ്രോസസ്സർ തന്നെയാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Elite for Galaxy. അത് കഴിഞ്ഞ വട്ടം അങ്ങനെയാണ്. കാരണം സ്നാപ്ഡ്രാഗൺ ആണെങ്കിലും ഇവന്മാർ തന്നെയാണ് അതൊക്കെ ബിൽഡ് ചെയ്യുന്നത്. അപ്പം അതിനായിട്ടുള്ള ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ അതിൽ വരുന്നുണ്ട്. കഴിഞ്ഞ തവണ S25 സീരീസിന് വന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് എന്നാണ് Exynos 6. എല്ലാവർക്കും ഇപ്പോഴും Exynos എന്നൊക്കെ കേൾക്കുമ്പോൾ ഒരുമാതിരി വേണ്ട, എന്നാൽ പിന്നെ വേറെ എടുക്കാം. അതുകൊണ്ട് തന്നെ S24 അങ്ങനെ അധികം ആൾക്കാരും വാങ്ങിയിട്ടില്ല. S23 പോലെ അത്രത്തോളം ഒന്നും പോയിട്ടില്ല. അപ്പം S25 സീരീസ് അതുകൊണ്ട് തന്നെ സ്നാപ്ഡ്രാഗൺ പ്രോസസ്സറാണ്. എടുത്തോ, പെർഫോമൻസ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ബെറ്റർ പെർഫോമൻസ് എന്തായാലും ഇതിൽ കിട്ടും. പിന്നീട് ബാറ്ററി 5000 mAh തന്നെയാണ് അൾട്രയിലൊക്കെ വരുന്നത്. വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. പക്ഷേ അധികം ബാറ്ററി ലൈഫ് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്.
എന്നേ ഉള്ളൂ, കിട്ടുമായിരിക്കും. അല്ലാതെ ബാറ്ററിയുടെ mAh യാതൊരു വ്യത്യാസവും വരുന്നില്ല. പിന്നീട് S25 4000 mAh ബാറ്ററി, S25+ലാണെങ്കിൽ 4900 mAh ബാറ്ററി സെയിം ആണ്, നോ ഡിഫറൻസ് ആ കാര്യത്തിലൊന്നും. പിന്നീട് 45 വാട്ട് ഫാസ്റ്റ് ചാർജിങ് അൾട്രയിൽ വരുന്നുണ്ട്, മറ്റിൽ 25 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ്, 15 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്. അതൊക്കെ കൂടുന്നൊക്കെ പാട്ടുണ്ടായിരുന്നു, കൂടിയിട്ടൊന്നുമില്ല. ഇപ്പോഴും ആ ഒരു ഇതുപാട് ഇത്രയും പൈസയുടെ ഫോണായിട്ടും അതൊന്നും സാംസങ് അപ്ഗ്രേഡ് ചെയ്യുന്നില്ല. സാംസങ്ങും ആപ്പിളും അപ്ഗ്രേഡ് ചെയ്യാത്ത സംഭവമാണ് ഈ പറഞ്ഞ ഫാസ്റ്റ് ചാർജിൻ്റെ കാര്യം എന്നൊക്കെ പറയുന്നത്. പിന്നീട് IP68 IP റേറ്റിംഗ് ആണ്, IP69 ഫോണിൽ വരുന്നില്ല. പിന്നീട് ലേറ്റസ്റ്റ് ആയിട്ടുള്ള One UI 7 ആണ്, 7 വർഷത്തേക്കുള്ള അപ്ഡേറ്റ് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രീൻ ലൈൻ വരുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഡൗട്ടായിട്ടുള്ള കാര്യമാണ്. കുറേ കൊല്ലം കഴിഞ്ഞ് വരുമായിരിക്കും അല്ലേ, അങ്ങനെ നമുക്ക് ധൈര്യത്തോടെ പറയാനൊന്നും പറ്റൂല വരൂല എന്നൊന്നും. അതൊക്കെ OnePlus ആണ്. OnePlus ഇങ്ങനെ വന്ന് ലാസ്റ്റ് ഒരുപാട് കേസും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് അവർ ഈ പറയുന്ന ലൈഫ് ടൈം വാറൻറ്റി എന്ന് പറയുന്ന സംഭവം കൊടുത്തത്. സാംസങ് ഇങ്ങനെ വന്ന് അവർക്ക് കൊടുക്കണ്ട. എല്ലാവരും ഈ സംഭവം പറഞ്ഞു, കാരണം മെയിനായിട്ടുള്ള ഇഷ്യൂ ആണ്. ഒരാൾ ഏതാണെങ്കിലും ആപ്പിളിൻ്റെ ഐഫോൺ ആണെങ്കിലും ഏത് ആൻഡ്രോയിഡ് ഫോൺ എടുക്കുമ്പോഴും, അതായത് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫോൺ എടുക്കുമ്പോൾ എല്ലാവരും പേടി ഇതാണ്, അതായത് ഡിസ്പ്ലേ പോകുമെന്ന്. കാരണം ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ ഒരുപാട് നല്ല എമൗണ്ട് ആവും. അപ്പോൾ അത് ഒരു എന്താ പറയുക, അതിലൊരു ക്ലാരിറ്റി എല്ലാ ബ്രാൻഡും കൊടുത്തിട്ടുണ്ടെങ്കിൽ എടുക്കുന്നവർക്കൊരു ധൈര്യത്തോടെ എടുക്കാം. അല്ലെങ്കിൽ വാറൻറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ചെയ്യാത്ത ഒരുപാട് ഫ്രണ്ട്സ് എനിക്ക് അറിയുന്നത്. ഐഫോൺ ആണെങ്കിലും അപ്ഡേറ്റ് ചെയ്യാതെ, കാരണം ചെയ്ത് കഴിഞ്ഞാൽ അടിച്ച് പോയി കഴിഞ്ഞാൽ 10,000-40,000 രൂപ കൊടുക്കണ്ടേ എന്നൊക്കെ വെച്ചിട്ട്, കാരണം എല്ലാതെ EMI ഒക്കെ എടുത്തവന്മാരായിരിക്കും, ഒട്ടുമിക്ക പേര് അങ്ങനെ എടുക്കുന്നവരാണ്. അപ്പം എടുത്ത് കഴിഞ്ഞിട്ട് ഇനി ഇതിന് അടിച്ചു പോയി കഴിഞ്ഞാൽ 40,000 രൂപയ്ക്ക് ഒറ്റയടിക്ക് പോകാമെന്നൊക്കെ പറയുന്നത് പിന്നെ ആദ്യം ലോൺ എടുക്കേണ്ടി വരും ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട്. അമ്മാതിരി പൈസയാണ് ഈ സംഭവമൊക്കെ വരുന്നത്. അപ്പോൾ ഓവറോൾ ഈ S25 സീരീസിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല. S25 അൾട്ര ഒന്ന് ഷേപ്പൊക്കെ മാറി വന്നിട്ടുണ്ട് എന്നല്ലാതെ ബേസിക്കലി വലിയ മാറ്റങ്ങളൊന്നും ഇല്ലടേ. ബേസിക്കായിട്ടുള്ള ചെറിയ കഴിഞ്ഞ വർഷമുള്ള പോലെ തന്നെയാണ്. പ്രോസസ്സർ ചേഞ്ച് ചെയ്തു. പിന്നീട് ക്യാമറ പറയാൻ വിട്ടുപോയി കേട്ടോ. അതായത് S25+ഉം S25 ക്യാമറയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, എല്ലാം സെയിമാണ്. പക്ഷേ അൾട്രയിൽ ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട്. അതായത് 50 MB അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്. അതായത് iPhone 16 Proയിൽ 50 MB അൾട്രാ വൈഡ് കൊടുക്കുമ്പോൾ ഇവന്മാർക്ക് കൊടുത്തില്ലെങ്കിൽ കുറച്ച് കുറവല്ലേ. അതുകൊണ്ട് സാംസങ്ങും അതുപോലെ തന്നെ 50 MB അൾട്രാ വൈഡ് കൊടുത്തിട്ടുണ്ട്. അപ്പം കുറച്ചും കൂടെ ആ ക്യാമറ ഒക്കെ വെച്ചിട്ട് ഭയങ്കരധികം മാക്രോ എടുക്കാനൊക്കെ ആവുമെന്നൊക്കെയാണ് പറയുന്നത്. ബേസിക്കലി ഇത്ര വ്യത്യാസം മാത്രമേ ഇല്ലൂടെ പുതിയ S25 സീരീസിൽ. ഒരുപാട് AI ഫീച്ചേഴ്സ് വന്നു എന്നല്ലാതെ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നുമില്ല. ഇനി പ്രൈസിങ് പറയുകയാണെങ്കിൽ S25 8GB RAM വേരിയൻറ്റ് വരുന്നില്ല, 12GB ആണ് ബേസ് മോഡലായിട്ട് വരുന്നത്, 12GB 256GB. ബട്ട് എനിക്ക് തോന്നുന്നു പുറത്തൊക്കെ ആണെങ്കിൽ 128GB വേരിയൻറ്റ് വരുന്നുണ്ട്. പക്ഷേ ഇന്ത്യയിൽ ഫ്ലിപ്കാർട്ടിലൊക്കെ നോക്കിയ സമയത്ത് 128GB അല്ല, ബേസ് മോഡൽ തന്നെ 256GB ആണ്. അതിൻ്റെ പ്രൈസ് 81,000 രൂപയാണ് ബേസ് മോഡലായത്. 12GB 256GB വേരിയൻ്റെ പ്രൈസ്. S25+ ആണെങ്കിൽ സ്റ്റാർട്ടിംഗ് മോഡലിൻ്റെ പ്രൈസ് 1,00,000 രൂപയാണ്. S25 അൾട്രയുടെ പ്രൈസ് ആണെങ്കിൽ ബേസ് മോഡലിൻ്റെ പ്രൈസ് 1,30,000 രൂപയാണ്. ഏറ്റവും ഹയർ എൻഡ് മോഡലുണ്ട്, 1 TB സ്റ്റോറേജ് വരുന്നുണ്ട്. അതിനാണെങ്കിൽ 1,66,000 രൂപയായിട്ടാണ് വരുന്നത്. അതായത് 1,50,000 മേലേക്ക് പോയി, 1.25 ആ റേഞ്ചൊക്കെ വന്നു കേട്ടോ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. അതായത് അൺപാക്ക്ഡ് ഇവൻറ്റിൽ വന്ന സംഭവം ഇതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതൊരു ഓവറോൾ എന്തൊക്കെ കാര്യങ്ങളാണ് അൺപാക്ക്ഡ് ഇവൻറ്റിൽ ഉണ്ടായിരുന്നതാണ് ഒരു ബേസിക്കായിട്ട് പറഞ്ഞത്. എനിക്ക് എത്രത്തോളം ഇത് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായിട്ട് ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ബട്ട് എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യട്ടെ, എന്നാൽ മാത്രമേ നമുക്കത് മനസ്സിലാക്കിയിട്ട് അടുത്ത വീഡിയോയിൽ മാറ്റി ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സോ എന്തായാലും നിങ്ങളുടെ കമൻറ്റ് എന്തായാലും ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ. നമ്മൾ 8000 സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി, അല്ലാതെ ചെയ്യണമെന്നില്ല. എന്നാലും ലൈക്കൊക്കെ ചെയ്യാം കേട്ടോ. വീഡിയോസ് ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യുക. S25 സീരീസിൻ്റെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഇറ്റ്സ് ഫ്രം അഭിനവ് സൈനിങ് ഓഫ്. ബൈ.